ഹായ് ഗൈസ്, വെൽക്കം ടു ത്രേസ്യാമ ചാരിറ്റീസ് ജർമ്മൻ ക്ലാസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീക്ക് ഡേയ്സിനെ കുറിച്ചാണ്. നമ്മൾ ഹെഡിങ് നോക്കുകയാണെങ്കിൽ കുറേ വേർഡ്സ് ആണല്ലേ. ടി വോക്കെ കാണാം, ടാഗ് കാണാം, ടി വോക്കിംഗ് കാണാം, വോക്കിംഗ് ടാഗ് കാണാം, വോക്കിംഗ് ടാഗെ കാണാം. എന്തായിരിക്കും ഒരു ഡിഫറൻസ് ഒക്കെ? സെയിം, ഓൾമോസ്റ്റ് സെയിം. പക്ഷെ ഒരു സ്ഥലത്ത് ഇ കൂടുതൽ, ഒരു സ്ഥലത്ത് എൻ. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ദ വീക്ക് എന്ന് പറയണതാണ് ദ വീക്കിനെ പറയണതാണ് ടി വോക്ക്. ഓക്കെ, അപ്പോൾ ദ വീക്ക്, ടി വോക്ക് ഓർക്ക, വീക്ക് ഫെമിനിൻ ആണ്, അപ്പോൾ ടി വോക്ക്. ഇനി ഡർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡേ, ദ ഡേ. ഇനി ഡി വോക്കൻ വന്നു, അപ്പോൾ ഡി വോക്കെ ഈ വെച്ച് എൻഡ് ചെയ്യുമ്പോൾ ദ വീക്ക്. ഡി വോക്കൻ വരുവാണെങ്കിൽ എന്തായിരിക്കും മീനിങ്? സിമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ ദി വീക്സ്. ഓക്കെ, സോ ഇത്ര മനസ്സിലായല്ലോ. ദ വീക്ക് ഉണ്ട്, ദ ഡേ ഉണ്ട്, ദ വീക്സ് ഉണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഈ ജർമ്മൻസിൻ്റെ മെയിൻ ഒരു സ്വഭാവം അത് എപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തേക്കണതാണ്. ഈ 2-3 വേർഡ്സ് കമ്പൈൻ ചെയ്യാൻ ചെയ്ത് അവൾക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വേറെ രാജ്യം കണ്ടിട്ടില്ല ഇങ്ങനെ ഈ രണ്ട് നൗൺ വന്ന് ഒരുമിച്ച് ആഡ് ചെയ്ത് അതൊരു പുതിയ വേർഡ് ആക്കുന്നേ. അതുപോലെ നമുക്കിങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ വീക്ക് ഡേ എന്ന് പറയുമ്പോൾ നമുക്കത് വോക്കിംഗ് ടാഗ് ആയിട്ട് എഴുതാം. എങ്ങനെയാ? വോക്കിംഗ് ടാഗ്, വീക്ക് ഡേ. പക്ഷേ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, വേർഡിൻ്റെ ലാസ്റ്റ് ഏതാ നൗൺ വരുന്നത് അതിൻ്റെ ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോക്കിംഗ് ടാഗ് എന്ന് പറയുമ്പോൾ ടാഗിൻ്റെ ആർട്ടിക്കിൾ എന്തായിരുന്നു? ദർ അല്ലേ? അപ്പോൾ ഈ വോക്കിംഗ് ടാഗിൻ്റെ ആർട്ടിക്കിൾ എന്തായിരിക്കും? ദർ വോക്കിംഗ് ടാഗ്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ രീതി വെച്ചേക്കുന്നു. നമുക്ക് എപ്പോഴും ഈ ആർട്ടിക്കിൾസ് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ ഡീൻ്റെ പകരം നമുക്കത് ഷോർട്ടായിട്ട് ഇ ആയിട്ട് എഴുതാം. ഡെറിൻ്റെ പകരം ആയിട്ട് എഴുതാം. ദസിൻ്റെ പകരം എസ് ആയിട്ട് എഴുതാം. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഈ ഷോർട്ട് ഫോം ആയിട്ട്, പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ അത് ദയാണ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ദ വോക്കിംഗ് ടാഗ്. ഇനി അപ്പുറത്ത് നോക്കുമ്പോൾ എന്താ? വോക്കിംഗ് ടാഗേ. അപ്പോൾ ഈ ടാഗ് എങ്ങനെ വന്നു? ഈ ടാഗിൻ്റെ പ്ലൂറൽ ഫോമാണ് ടാഗേ. ഓക്കെ, അപ്പോൾ ഡി ടാഗേ. അപ്പോൾ വോക്കിംഗ് ടാഗേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീക്ക് ഡേയ്സ്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? ഡി വോക്കിംഗ് ടാഗ്. സോ ഇതിപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആകെ ഇത് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയാണ്. ലാസ്റ്റ് ഏതാ വേർഡ് വരുന്നത് അതിൻ്റെ ആർട്ടിക്കിളിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഞങ്ങൾ വീക്ക് ഡേയ്സ് മൺഡേ, ട്യൂസ്ഡേ സെയിം തന്നെ ജർമ്മനിലും ഉണ്ട്. അപ്പോൾ നമുക്ക് മോൺടാഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മോൺടാഗ് മൺഡേ, ഡീൻസ്ടാഗ് ട്യൂസ്ഡേ, മിറ്റ്വോക്ക് വെനസ്ഡേ, ഡൊണർസ്ടാഗ് തേഴ്സ്ഡേ, Donnerstag, Freitag Friday, Samstag Saturday, Sonntag Sunday. സോ ഇതാണ് ഇവരുടെ വീക്ക് ഡേയ്സ്. അപ്പോൾ ഇത് പറ്റുവാണെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് കാര്യങ്ങളാണ്. എവിടെയെങ്കിലും ഷിഫ്റ്റിന് പോവുകയാണെങ്കിലും സ്കൂളിൽ പോവുകയാണെങ്കിലും
എന്നൊക്കെ ജൂലുണ്ടെന്ന് ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ദിവസമെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ ജർമ്മൻസിന് വളരെ ഇഷ്ടമാണ്. സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്.